നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മസാല കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ ഒന്നിച്ചും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി മസാല കറിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. മസാലക്കറി ഉണ്ടാക്കാനുള്ള ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കിടന്നതാണ്. അത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അത് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 3 പച്ചമുളക്, ഇത്തിരി സാധനം നമ്മൾ മുറിച്ചിട്ട് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ട് വേവിച്ചെടുക്കാനാണ്. അതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ചും വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ക്യാരറ്റും പച്ചമുളകും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ അതിൽ തൊലി പൊളിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ കൂടെ വേകുമ്പോൾ നല്ലൊരു വെളുത്തുള്ളി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്, കറിക്കും നല്ലൊരു മണം കിട്ടും. അപ്പോൾ നമ്മൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ഈ ചീനച്ചട്ടിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഞാൻ ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. അങ്ങനെ ഇപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് സാധനം എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടുക് താളിച്ചിടാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക്, പച്ചമുളക് ഇട്ടുകൊണ്ട് നമ്മൾ കുറച്ചൊരു മുളക് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ കുറച്ച് വെജിറ്റബിൾ മസാലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി കുറച്ച് ചെറുതായി മുറിച്ചെടുത്ത് അതും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് ബാക്കിയെല്ലാം കൂടി നമുക്കിതിനെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. കടുക് ഇട്ടിട്ട് കടുക് പൊട്ടുന്ന സമയത്ത് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് തീ കുറച്ച് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മസാലക്കൂട്ടെല്ലാം ചേർക്കുന്ന സമയത്ത് തീ നന്നായി ചൂടായി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഇതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. ഇത് നന്നായി വഴണ്ട് വന്ന് ഒരു നല്ലൊരു മണം വരും. ഇഞ്ചിയെല്ലാം കൂടി മൊരിഞ്ഞ് വരുമ്പോൾ അന്നേരം ആ സമയം നമുക്ക് അതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂണേ എടുത്ത് വെച്ചിട്ട് ഞാൻ പച്ചമുളക് അതിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂണ് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചവ മാറുമ്പോൾ നമുക്കൊന്ന് അതിനെ വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചച്ചവ മാറുന്ന സമയത്ത് നമുക്ക് മസാല പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ മസാലയാണ്. അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ചേർത്തിട്ട് അതിൻ്റെയും ഒരു പച്ചച്ചവ മാറുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങെല്ലാം കൂടി വേവിച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഈ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റും ചെറിയൊരു കളർ വ്യത്യാസമെല്ലാം വരും. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ ഈ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തത്. നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതൊന്നും നമ്മൾ ഇനി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നേരത്തെ ചേർത്ത് വെച്ചതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതല്ല, നമുക്കിപ്പോൾ ഈ മസാലകളും ഇതെല്ലാം ഇതിൻ്റെ ഒന്നിച്ച് മിക്സ് ആയിട്ട് ഒന്ന് ഗ്രേവി കുറച്ചും തിക്നെസ്സിൽ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒന്നെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി നമുക്കിതിനെ വേവിച്ചെടുക്കാം. അന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഗ്രേവി നല്ലൊരു തിക്നെസ്സോട് കൂടിയിട്ട് കിട്ടും. മറ്റേ ഇതിപ്പോൾ ഒരു ലൂസായി കിടക്കുകയല്ലേ, നമുക്ക് അപ്പോലെ മുക്കി കഴിക്കണ്ടല്ലേ. അങ്ങനെ മസാലക്കറി റെഡി ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിന്ന് പത്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പത്തലിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാനിപ്പോൾ മസാലക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയിലൂടെയും ദോശയിലൂടെയും പത്തലിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ ഒന്നിച്ചും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ മസാലക്കറി. അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.